പറയട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ, മുസ്ലിം ലീഗ് പറയാലോ, ഞങ്ങൾക്കൊരു മടിയില്ല. എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കണം. അതല്ലാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് അവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാമെന്ന് 65 കൊല്ലം മുമ്പ് സ്വപ്നം കണ്ട അപകടകാരികളെ പോലെ മലയാളത്തിലെ ആളുകൾ സ്വപ്നം കണ്ടാൽ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് പിണറായി വിജയനും കോടിയേരിയും നിയമസഭയുടെ അകത്തും പുറത്തും ഇരുന്ന് തീരുമാനിക്കണം, മനസ്സിലാക്കണം. അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? സഭയുടെ അകത്ത് വന്നിട്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങി വന്നത് നിയമസഭയുടെ ഓട് പൊളിച്ചിട്ടല്ല. 20 പേർ കേരളത്തിന്റെ നിയമസഭയുടെ അകത്തുണ്ട്. സഖാബ് പിണറായി, സഖാബ് കോടിയേരി, സഖാബ് പി ജയരാജ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, സമുദായത്തിനകത്തുള്ളവരോട് ചോരമണക്കുന്ന കത്തിയുമായി നടക്കുന്ന NDF-നോട്, ജമാഅത്തെ ഇസ്ലാമിയോട്, PDP-യോട് പൊരുതിയിട്ടാണ് രാജ്യത്തിലെ ഒരു വൃത്തികെട്ടവന്റെയും ഒരു രാജ്യദ്രോഹിയുടെയും ഒരു ഭീകരവാദിയുടെയും ഒരുത്തന്റെയും വോട്ടിന്റെ പിൻബലമില്ലാതെയാണ് 20 ആൺകുട്ടികൾ കേരള നിയമസഭയിൽ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ആരുടെയും വോട്ട് വാങ്ങിയിട്ടില്ല. ഇവിടെ തീവ്രവാദം പറയുന്നു, ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ പറയുന്നു. ഞങ്ങൾ ജാതീയത പറയുന്നവരാണ്, ഞങ്ങൾ സാമുദായികത പറയുന്നവരാണ്. ഞങ്ങൾ ഈ രാജ്യത്തിലെ വർഗീയതക്കെതിരെ പൊരുതിയ പോലെ, ഞങ്ങൾ ഈ രാജ്യത്തിലെ തീവ്രവാദത്തിനെതിരെ പൊരുതിയതുപോലെ, ഞങ്ങൾ ഈ രാജ്യത്തിലെ അപകടകരമായ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ പൊരുതിയ പോലെ ആരും പൊരുതിയിട്ടില്ല. ഞങ്ങൾ തീവ്രവാദികൾക്കെതിരെ പൊരുതുമ്പോ കോടിയേരി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വീട്ടിൽ NDF-ന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു കോടിയേരിയുടെ ഭാര്യയും മക്കളും. അറിയാം നിങ്ങൾ, അവിടെയാണ്. ഞങ്ങളല്ല, ഞങ്ങൾ ഈ രാജ്യത്ത് വോട്ട് കൊടുത്തവരല്ല, ഞങ്ങൾ ഈ രാജ്യത്ത് അപകടപ്പെടുത്തിയവരല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ഒരു അവകാശം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ സഖാബ് കോടിയേരി ഇരുട്ടിന്റെ മറവിൽ ഒരുത്തനെയും സ്വാധീനിച്ചിട്ടല്ല. മറിച്ചോ പട്ടാപ്പകൽ നിയമസഭയിലും പാർലമെന്റിലും ആൺകുട്ടികളെ പോലെ പൊരുതി വാങ്ങിക്കൊടുത്തതാണ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞങ്ങൾ ഈ രാജ്യത്ത് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഒരുത്തന്റെ അവകാശം കവർന്നെടുത്തിട്ടില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് മറ്റെന്തെങ്കിലും ഒരു ഭീഷണി, പിന്നെ വോട്ടിന്റെ ഭീഷണിയാണോ? വോട്ടിന്റെതാണോ? 20 പേർ നിയമസഭക്കകത്തുണ്ടെങ്കിൽ ആ 20 പേർക്ക് അർഹിക്കുന്നത് കിട്ടണം. അത് 5-ാം മന്ത്രിയോ 10-ാം മന്ത്രിയോ നോക്കണ്ട, അർഹിക്കുന്നത് കിട്ടണം. അതിൽ സംശയമൊന്നുമില്ല. അത് ആർക്കാ കുഴപ്പം? ഞങ്ങൾ എവിടെയാണ്? ഞാൻ മത്സരിച്ചത് 18% മുസ്ലിങ്ങൾ മാത്രമുള്ള അരീക്കോട് മണ്ഡലത്തിലാണ്. അവിടുത്തെ ഹിന്ദു സഹോദരന്മാർ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിയമസഭയുടെ പടി ഞാൻ കാണുമായിരുന്നില്ല. സകല വർഗീയവാദികളും ഞങ്ങൾക്കെതിരെ പ്രതിനിധി നടത്തിയില്ലേ? സകലരും പറഞ്ഞില്ലേ ഞങ്ങൾക്കെതിരെ? എന്തായിരുന്നു മാതൃഭൂമി എഴുതിയത്? ഞാൻ 8000 വോട്ടിന് പിറകിൽ നിൽക്കുമ്പോ എണ്ണാനുള്ള വോട്ടുണ്ടല്ലോ, ആ വോട്ട് 8000 വോട്ടിന്റെ പിറകിൽ 15 ബൂത്ത് ബാക്കി. ആ 15 ബൂത്തിൽ വെറും 56 മുസ്ലിം വോട്ട് മാത്രം. അവിടുന്നാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ഞാൻ ജയിച്ചു വന്നതെങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങളെ തന്നെയാണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത്, ജാതിയുടെയും മതത്തിന്റെയും വിഭാഗീയതയും അപ്പുറത്ത്. അത് മനസ്സിലാക്കണം. ലീഗ് പാർട്ടിയെ അങ്ങനെ നിരുത്സാഹപ്പെടുത്താമെന്ന്, ലീഗ് പാർട്ടിയെ നിങ്ങൾ ഇതെന്തിനാ ശ്രമിക്കുന്നത് എന്ന് ആർക്കാണ് സഖാവെ അറിഞ്ഞുകൂടാത്തത്? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ബഹുമാന്യനായ NSS-ന്റെ നേതാക്കന്മാർ, ആദരണീയരായ SNDP-യുടെ നേതാക്കന്മാർ, അവരുമായി മാന്യതയുടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയ പാർട്ടിയാണ് ലീഗ്.